നമസ്കാരം. കാട് വെക്കണമെന്ന് വളരെ അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ പൈസയില്ല, സ്ഥലമില്ല, ഉള്ള സ്ഥലത്ത് മുഴുവൻ മരങ്ങളാണ്. ഇതാണ് എനിക്ക് കഴിഞ്ഞ കുറേ നാളായിട്ട് പ്രധാനമായിട്ട് കിട്ടുന്നൊരു ചോദ്യം. കാരണം ഭൗമദിനത്തിൽ ഏപ്രിൽ 22 നമുക്ക് കേരളത്തിൽ കഴിയുന്നത്ര വീടുകളിൽ കാട് വെച്ച് പിടിപ്പിക്കണം എന്ന് പറഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ ആളുകളോട് ഷെയർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഒരുപാട് പേരത് ഷെയർ ചെയ്തു. അപ്പോൾ ആ ഷെയർ ചെയ്തവരുടെ എല്ലാം കണ്ടവരുടെയൊക്കെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വന്ന ചോദ്യം ഇതാണ്: ഞങ്ങൾക്ക് വളരെ വലിയ ആഗ്രഹമുണ്ട് ഇങ്ങനെ ഒരു സാധനം വീടിന് ചുറ്റും വെക്കണമെന്ന്. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ അതിനുള്ള പൈസയില്ല, അല്ലെങ്കിൽ അതിനധികം സ്ഥലമില്ല, അല്ലെങ്കിൽ ചെടിയുടെ തണലാണ് ഉള്ള സ്ഥലത്ത്. പിന്നെ നാലാമതൊരു കാര്യം പറയുന്നത് ഇഴജന്തുക്കൾ വന്നാൽ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു 3-4 ചോദ്യങ്ങളാണ് നമുക്ക് സ്ഥിരമായിട്ട് വരുന്നത്. അപ്പോൾ അതിനുള്ള ഉത്തരമാണിത്. എന്തായാലും ഭൗമദിനം അടുത്ത ആഴ്ചയാണ്, 22-ാം തീയതിയാണ്. അതിന് മുമ്പ് നമുക്കൊന്നും ചെയ്യാനൊക്കില്ല. ഇനിയിപ്പോൾ വളരെ കുറച്ച് പേർക്കേ അതിന് മുമ്പ് വെക്കാൻ പറ്റുള്ളൂ. നമുക്ക് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം ഇനിയൊരു 1 മാസമുണ്ട്, 1.5 മാസമുണ്ട്. അപ്പോൾ അപ്പോഴത്തേക്കെങ്കിലും ഒരു 10,000 ആളുകൾ ഇത് വെക്കുന്ന തരത്തിലൊന്ന് ചെയ്യണം. പറ്റുമെങ്കിൽ ക്രൗഡ് ഫോറസ്റ്റിങ്ങിൻ്റെ വകയായിട്ട് ഏറ്റവും നന്നായിട്ട് വെക്കുന്നവർക്ക് ഞങ്ങളൊരു കുറച്ച് പേർക്ക് ഒരു സമ്മാനം കൂടെ ഒരു വർഷം കഴിഞ്ഞ് ഇതൊന്ന് വിലയിരുത്തിയിട്ട് നൽകാൻ നോക്കുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ പിന്നാലെ പറയാം. പക്ഷേ ഈ വീഡിയോ കഴിയുന്നത്ര ആളുകൾക്ക് ജൂൺ 5-ന് മുമ്പ് എത്തിക്കാൻ ശ്രമിക്കണമെന്നൊരു അഭ്യർത്ഥനയുണ്ട്. കാരണം ഇത് എങ്ങനെ ചെറിയ സ്ഥലത്ത് കാട് വെക്കാമെന്ന് പറയാനുള്ളൊരു മാർഗ്ഗം. കാരണം ഇത് വീണ്ടും ചോദിച്ചാൽ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കാൻ പാടാണ്. അപ്പോൾ ഒരു തവണ ഞാൻ ഒരു ഉദാഹരണം ചെയ്ത് കാണിക്കുകയാണ്. ഇതിപ്പോൾ ഇവിടെ നേരത്തെ ഒരു പട്ടിക്കൂടൊക്കെ ഇരുന്ന് ഇത് ഏകദേശം എൻ്റെ വീടിൻ്റെ സൈഡിലൊരു 2 സെൻറ്റ് സ്ഥലമുണ്ട്. ഇത് 2 സെൻറ്റോളം ഉപയോഗശൂന്യം എന്ന് പറയാനൊക്കില്ല, വേണ്ട രീതിയിൽ ഉപയോഗിക്കാതെ ഇട്ടിരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ പ്ലാവ് നിപ്പുണ്ട്, മാവ് നിപ്പുണ്ട്, കശുമാവുണ്ട്, ഇപ്പം ഞാൻ തന്നെ കുഴിച്ച് വെച്ചൊരു പേരാലുണ്ട്, ഒരു വലിയ വേങ്ങ നിപ്പുണ്ടായിരുന്നു. ആ വേങ്ങയെ നമ്മൾ ചെരിച്ച് വെട്ടി ടെറസിൻ്റെ പുറത്തേക്ക് പോയി ഇപ്പോൾ വീണ്ടും പൊട്ടിക്കളത്തിലുണ്ട്, സ്റ്റാറാപ്പുണ്ട്. ഇത്രയും മരങ്ങളുണ്ട്. ഈ ഇത്രയും മരങ്ങളെങ്കിൽ 2 സെൻറ്റല്ല, 2 സെൻറ്റിൻ്റെ ഒരു സൈഡിലെ 1/2 സെൻറ്റിൽ താഴെയുള്ള സ്ഥലത്തെ കാര്യങ്ങളാണ് ഞാനിപ്പോൾ. അതിനകത്ത് നമ്മൾ 2 വാട്ടർ ടാങ്കും ഒരു പട്ടിക്കൂടും കൂടെ എടുത്തു വെച്ചു. ഇത്രയും കഴിയുമ്പോൾ പിന്നെ കിട്ടുന്നത് കഷ്ടിച്ച് ഒരു 80-90 സ്ക്വയർ ഫീറ്റ്, 100 സ്ക്വയർ ഫീറ്റാണ് അവിടെ കിട്ടുന്നത്. 4-1 1/4 സെൻറ്റ്. ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു 40-45-50 സ്ക്വയർ ഫീറ്റ് കഷ്ടിയാണ് ഈ വാട്ടർ ടാങ്കിനൊക്കെ ഇടയ്ക്കൂടെ. അപ്പോൾ മൊത്തം 150 സ്ക്വയർ ഫീറ്റ് സ്ഥലമേ നമുക്കുള്ളൂ, ഒരു മുറിയുടെ സ്ഥലമേ ഉള്ളൂ. ഈ ഇതിനകത്ത് എന്ത് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് വളരെയധികം ചെടികൾ വെക്കാൻ പറ്റും. ഇതിൽ ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഏറ്റവും നല്ല ചെടികൾ ഒരു 10 എണ്ണം ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കേണ്ട സാധനങ്ങൾ ഞാൻ ഹോം ഗ്രൗണ്ടിൽ നിന്ന് വാങ്ങിച്ച തൈകളാണ്. ആ തൈക്ക് നല്ല വിലയുണ്ട്, 350-400 രൂപ വിലയുള്ള തൈകളാണ് പലതും. പക്ഷേ അതിൽ വെള്ളഞ്ഞാവലൊക്കെ ഓൾറെഡി കായ്ച്ചു തുടങ്ങി. അപ്പോൾ അങ്ങനെയുള്ള ഒരു 12 തൈകൾ വില കൊടുത്ത് വാങ്ങിയ, നല്ല വില കൊടുത്ത് വാങ്ങിയ തൈകൾ ഇതിനകത്തുണ്ട്. ബാക്കി തൈകൾ ഞാൻ തന്നെ ഗ്രോ ബാഗിൽ കിളിപ്പിച്ചെടുത്താണ്. അപ്പോൾ ഇത്രയും കുറച്ച് സ്ഥലമാകുമ്പോൾ ഇവിടെ നമുക്കൊരു 12 മരങ്ങളിൽ കൂടുതൽ വെക്കാൻ പാടാണ്. പിന്നെ കുറച്ച് ചെടികൾ, പേര, ചാമ്പ, അങ്ങനെയുള്ള പേര അതിൽപ്പെടുത്തി ഞാൻ മറ്റേ കൂട്ടത്തിൽ തന്നെയാണ് പെടുത്തിയത്. ചാമ്പ, പിന്നെ കുറേ പൂച്ചെടികൾ വെക്കുന്നുണ്ട്. കാരണം ഈ നമുക്കിവിടെ ആവശ്യത്തിന് ഒരു പോളിനേഷൻ പരാഗണം നടക്കണമെങ്കിൽ അതിന് നമുക്ക് ചിത്രശലഭങ്ങളും തേനീച്ചകളും എല്ലാം വേണം. അപ്പോൾ അതുകൊണ്ട് ഈ പ്രധാനപ്പെട്ട ചെടികൾ കഴിഞ്ഞാൽ പിന്നെ ഇതിൽ വെച്ചിരിക്കുന്ന മുഴുവൻ പൂച്ചെടികളാണ്. ഈ പൂച്ചെടികൾ കൂടാതെ കുറേ പച്ചക്കറികളൂടെ ഇതിനിടയ്ക്ക് വെച്ചു. കാരണം ഈ പച്ചക്കറികളിലെല്ലാം ആയുസ് എന്ന് പറയുന്നത് 3 മാസമാണ്. 3 മാസം ആകുമ്പോഴത്തേക്ക് ഈ ചെടികളൊക്കെ ഒരു 4 അടി വളരും. അപ്പോൾ അതുവരത്തേക്ക് ഇതിനിടയ്ക്ക് നിൽക്കുന്ന പച്ചക്കറികൾക്കും വെയിൽ കിട്ടും. അപ്പോൾ ഇവിടെ തിങ്ങാനും ഈ പച്ചക്കറി മതി. നേരത്തെ 1-2 സ്ഥലത്ത് പച്ചക്കറി വെച്ചെടുത്ത് കുറച്ച് റിസൾട്ട് ഉണ്ടായി. അപ്പോൾ ഇവിടെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഇവിടെ എനിക്ക് കുറച്ചുകൂടെ ശ്രദ്ധിക്കാൻ പറ്റും. ഈ തൊട്ടടുത്തായതുകൊണ്ടും ഇത് പിന്നെ ഒരു പരീക്ഷണ തോട്ടമായിട്ടാണ്. അപ്പോൾ ഞാൻ തന്നെ നോക്കി വളർത്തിയെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഈ നമുക്കിടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ കാണിച്ച് നിങ്ങൾ എന്തായി എന്ന് പലരും ചോദിക്കും. അപ്പോൾ അങ്ങനെ എന്തായി എന്ന് ചോദിക്കുമ്പോൾ കാണിക്കണമെങ്കിൽ ഇവിടെ ഒരു റിസൾട്ട് വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് നോക്കിയെടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഏകദേശം ഈ പച്ചക്കറി തൈകളും പൂത്തൈകളും അടക്കം ഏകദേശം 100 ചില്ലുവാനം തൈകൾ വെച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു സ്ക്വയർ ഫീറ്റിലൊരു തൈയൊക്കെ വെച്ച് നമ്മൾ ഏകദേശം വെച്ചിട്ടുണ്ട്. അത്ര അധികം ഇവിടെ വെച്ചു. അത് പ്രധാന കാരണം പച്ചക്കറി ഇവിടെ ആയതുകൊണ്ടാണ്. ഇതിനകത്ത് ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. ഒരറ്റത്തുനിന്ന് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന ചെടികളുടെ ഒരു പേര് പറയുകയാണെങ്കിൽ ഇപ്പോൾ ശിമപ്ലാവുണ്ട്, കറിവേപ്പുണ്ട്, അപ്പുറം അമുക്കുരാണ് ഒരു ചെറിയ തൈ നിൽക്കുന്നത്, അത് ഞാവലാണ്. അതിനപ്പുറത്ത് ഒരു തക്കാളിയുണ്ട്, എരിക്കുണ്ട്, ഇത് ചാമ്പയാണ്, വലിയ ചാമ്പയാണ്, ഇത് നമ്മുടെ വയമ്പാണ്, ഇത് മാവും തൈയാണ്. മാവ്, വലിയ മാവ് ഇവിടെ അങ്ങോട്ട് നിൽപ്പുണ്ട്. ഇതിൻ്റെ പുറകിൽ ദാ നിൽക്കുന്നൊരു വലിയ മാവാണ്. റംബുട്ടാനുണ്ട്, കനകാമ്പരമുണ്ട്, മധുര ലോലോലിയാണെന്ന് തോന്നുന്നു, പേരയുണ്ട്, പേരക്കപ്പുറം തൊഴുകണ്ണിന് ചിത്രശലഭം വരാനായിട്ട്, വഴുതന, ചെറുപേര, ഇവിടെ നമ്മൾ ഒരുതരം മല്ലിയ, അത് മല്ലിയല്ല ചീനിയ വരാമെന്നോ മറ്റേ പറയുന്നൊരു സാധനമാണ്. അതിനപ്പുറം ഒരു പേരയാണ്, അപ്പുറം അരൂതയാണ്, അപ്പുറം വീണ്ടും പേരയാണ്. ഇവിടെ നമ്മളൊരു തകരയുടെ ഇനത്തിൽപ്പെട്ട പൂവുണ്ടാകുന്നൊരു ചെടിയാണ്. ചാമ്പയുണ്ട്, നന്ദ്യാർവട്ടമുണ്ട്,
അവിടെ പൂവുണ്ടാകുന്ന ചെത്തിയുണ്ട്, അതിനപ്പുറം ഒരു പേര അതിനെന്തോ കേട് വന്നെന്ന് തോന്നുന്നു. ഇപ്പുറം ഒരു കുടംപുളി വെച്ചിട്ടുണ്ട്, ചെത്തിയുണ്ട്, വീണ്ടും റംബുട്ടാനുണ്ട്, അതിനപ്പുറം ചാമ്പയാണ്, ചാമ്പയ്ക്കപ്പുറം ഒരു മാവും തൈയുണ്ട്, തൊഴുകണ്ണി എന്ന് പറഞ്ഞ ചിത്രശലഭങ്ങൾ വരുന്നൊരു ചെടിയുണ്ട്, വേലിപ്പരുത്തിയാണെന്ന് തോന്നുന്നു അവിടെ വെച്ചിരിക്കുന്ന ഒരു തൈ, അതിനപ്പുറം ഒരു ചെറുനാരകമുണ്ട്. ആ ചെറുനാരകം കഴിഞ്ഞാൽ അതിനപ്പുറം ഒരു പൂച്ചപ്പഴമുണ്ട്, പച്ചമുളകുണ്ട്, കൊടുവേലി, നീലക്കൊടുവേലിയുടെ തൈയുണ്ട്, ഇവിടെ ജെട്രോഫ ഇനത്തിൽപ്പെട്ട ഒരു പൂച്ചെടിയുണ്ട്, അതുപോലെ ചീര. ഈ ചീര ഒരു വർഷം നിൽക്കുന്നതാണ് അവർ പറയുന്നത്, എനിക്കറിയില്ല, വെച്ച് കഴിഞ്ഞാലേ കായ്ച്ചാലേ അറിയാനൊക്കുള്ളൂ. ഇവിടെ നമ്മൾ വെള്ളച്ചെത്തി, ചെറിയ പേര, അത് പൂവുണ്ടാകുന്ന ചെടിയാണ്. ഇത് നെല്ലിയാണ്. കശുവ അവിടെ നിൽപ്പുണ്ട്, അവിടെ ഒരു സ്റ്റാർ ആപ്പിൾ നിൽപ്പുണ്ട്, അതിൻ്റെ ചുവട്ടിലിപ്പോൾ ഒരു ചെമ്പരത്തി വെച്ചിട്ടുണ്ട്, അതിനപ്പുറം ഒരു എരിക്കുണ്ട്, എരിക്കിനിപ്പുറം ഒരു എന്താണ് എൻ്റെ ഗന്ധരാജനെ വെച്ചിട്ടുണ്ട്, ഒരു ചെടിമുരിങ്ങയാണ്, പേരയാണ്. ഇത് നമ്മുടെ ഇഴച്ചമ്പ് എന്ന സാധനമാണ്, ചിലയിടത്ത് അരളിയാണെന്നും പറയുന്നുണ്ട്. അവിടെ ഒരു പൂച്ചെടിയുണ്ട്, തക്കാളിയുണ്ട്, ചീനിയുണ്ട്, ഇതൊരു കാട്ടുചെത്തിയുണ്ട്, വീണ്ടും ഒരു വലിയ ചീരയുണ്ട്. ഇത് ശിംശപാ വൃക്ഷമാണ് ആ വരുന്ന സാധനം. വേങ്ങ പണ്ടേ ഇവിടെ ഉണ്ട്. അതിനപ്പുറം നമ്മുടെ ഒരു രാമതുളസി. ഇത്രയും സാധനങ്ങളാണ് ഇത്രയും സ്ഥലത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് കണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇന്ന് രാവിലെ എനിക്കൊരാളൊരു മെസ്സേജ് അയച്ചിരുന്നു. അദ്ദേഹം ഇതുപോലെ ഒരു 50 സ്ക്വയർ ഫീറ്റ് സ്ഥലത്തോ ഒരു അരസെൻറ്റ് സ്ഥലത്ത് അദ്ദേഹം ഒരു കാട് വെക്കാൻ ഭാര്യ ഏൽപ്പിച്ചിരിക്കുകയാണ്, കുറച്ച് നല്ല ചെടി മേടിച്ച് വെക്കാനായിട്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ അദ്ദേഹത്തിന് കുറച്ച് പൂച്ചെടികളുടെ വെക്കണം. ഈ പൂച്ചെടികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചുകൊണ്ടാണ് മെസ്സേജ്. പൂച്ചെടി പറയാനായിട്ട് ഞാൻ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി. ഈ ലിസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ ഈ പൂച്ചെടികളിൽ മിക്കവാറും എല്ലാം തന്നെ എൻ്റെ ഈ പുറയിലുള്ള സ്ഥലത്തുണ്ട്. ഇതെൻ്റെ വീടിൻ്റെ മുൻവശത്തുള്ള ഒരു 1.5 സെൻറ്റ് സ്ഥലമാണ്. ഇവിടെ മിയാവാക്കി മാതൃകയിലാണ് ഈ പൂന്തോട്ടം വെച്ചിരിക്കുന്നത്. ഇതിൽ എത്ര ചെടിയുണ്ടെന്ന് ഇപ്പോൾ എണ്ണം ഞാൻ മറന്നുപോയി. എന്തായാലും ഒരു 150 ചെടിയെങ്കിലും കാണും. ഇത് മിക്കവാറും എല്ലാം പൂത്തുവെപ്പുണ്ട്. ഇത് കാണിക്കാൻ കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ ഞാനൊരു പഴത്തോട്ടം കാണിച്ച സമയത്ത് ഒരു വളരെ രൂക്ഷമായ ചില കമൻറ്റുകൾ വന്നിരുന്നു. ഇതെല്ലാം കൂടെ ഇതിലും ഭേദം ഇതെല്ലാം കൂടെ ഒരു കുഴി കുഴിച്ചു വെക്കല്ലേ, ഇതൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നൊക്കെ. അതിപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു 4 കൊല്ലം മുമ്പാണെങ്കിൽ ഞാനും ഒരു പക്ഷേ ഇതിലും രൂക്ഷമായിട്ട് പ്രതികരിക്കുമായിരുന്നു. കാരണം എനിക്കന്ന് വ്യക്തമായിട്ടൊരു ധാരണ, ഇങ്ങനൊരു സാധനം ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു സാധനമാണിത്, നടക്കില്ല എന്ന് തന്നെ തീർത്ത് പറഞ്ഞേനെ. ഇപ്പോൾ ഞാൻ ഈ പറയുന്ന ലിസ്റ്റിലുള്ള മിക്കവാറും ചെടികൾ ഇവിടെ പൂത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇത് കൂടാതെ ഇതിനകത്ത് മാവുണ്ട്, പ്ലാവുണ്ട്, ചെമ്പകമുണ്ട്, അശോകമുണ്ട്, പാരിജാതമുണ്ട്. ഈ പൂച്ചെടികൾ ഇപ്പോൾ ഈ പൂത്ത് നിൽക്കുന്ന ചെടികളല്ലാതെ മരങ്ങളായിട്ടുള്ള സാധനങ്ങൾ ഇത്രയൊക്കെ നിൽപ്പുണ്ട്. രുദ്രാക്ഷമുണ്ട്, നമ്മുടെ നീർമാതളമുണ്ട്, അതൊക്കെ വലിയ മരങ്ങളാണ്. അതെല്ലാം ഇതിനകത്തുണ്ട്. ഇതെല്ലാം കൂടെ വെച്ചിരിക്കുന്നത് 1.5 സെൻറ്റ് സ്ഥലത്താണ്. അപ്പോൾ ഞാൻ ഈ പൂച്ചെടികളുടെ ലിസ്റ്റ് ഇവിടെ ഈ ചെടികൾ നമുക്ക്, അതായത് ചിത്രശലഭം വരാൻ വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനെ തോട്ടം ഉണ്ടാക്കുമ്പോൾ അതിനിടയ്ക്ക് ഈ പഴച്ചെടികൾക്കിടയ്ക്ക് വെക്കാൻ പറ്റിയ ചെടികൾ. കാരണം പഴച്ചെടികൾക്കിടയ്ക്ക് പൂച്ചെടികളുണ്ടെങ്കിൽ ചിത്രശലഭങ്ങൾ വരുള്ളൂ, പരാഗണം നടക്കുള്ളൂ, തേനീച്ച വരണം, ഇതൊക്കെ നടക്കണമല്ലോ. അപ്പോൾ അതിന് പറ്റിയ പഴങ്ങളുടെ പൂച്ചെടികളുടെ പേര് ഞാനൊന്ന് പറയാം. അതെല്ലാം ഇവിടെ തന്നെ കാണിക്കുകയും ചെയ്യാം. നമ്മൾ ഏറ്റവും കൂടുതൽ ചിത്രശലഭം വരുന്ന നമ്മുടെ നാട്ടിലെ ചെടികൾ എന്ന് പറഞ്ഞാൽ ചെത്തിയും ചെമ്പരത്തിയാണ്. ചെത്തി, നാടൻ ചെത്തി, പഴയ കൊലയായിട്ട് ഉണ്ടാകുന്ന ചെത്തി, കൊലച്ചെത്തി, അത് ചെമ്പരത്തി, എരിക്ക്, മന്ദാരം, ഗന്ധരാജൻ, രാജമല്ലി, പല കളറുണ്ട്. ഇവിടെ തന്നെ റോസും ചുവപ്പും നിപ്പുണ്ട്. കൃഷ്ണഗിരിയുടെ ഈ പറമ്പിലൊക്കെ കാണുന്ന ഒരു ചെടിയാണ്. അതിങ്ങനെ വലിയ ചുവന്ന പൂവാണ്, മറ്റേ ഈ പെരിങ്കലത്തിൻ്റെ ഇല പോലെ വട്ടത്തിലുള്ള ഇലയുമായിട്ട്. ഇവിടെ പൂക്കുന്ന സമയമല്ല, ഇലയുണ്ട്. കനകാംബരം ഇതുപോലെ പൂ ഉണ്ടാകുന്ന പല നിറത്തിലുണ്ട്. ഓറഞ്ചുണ്ട്, റോസുണ്ട്, പല കളറിലുള്ള നീലയുണ്ട്, പല കളറിലുള്ള കനകാംബരങ്ങളുണ്ട്. വാടാമുല്ല അതിവിടെ പൂത്ത്. ഇവിടെ വാടാമുല്ലയും 4 മണിയും തൽക്കാലം ഇവിടെ ഇല്ല, നട്ടിട്ടുണ്ട്, ഇപ്പോൾ പൂവില്ല, അത് കാണിക്കാനൊക്കെ ഇല്ല. ജമന്തി പൂവുണ്ടാകുന്ന ചെടിയാണ്. അതല്ലാതെ വെള്ളക്കദളി, ഈ കദളിയുടെ ഇനത്തിൽപ്പെട്ട ഒരു വെള്ള കദളിയുണ്ട്. അതിൽ ധാരാളമായിട്ട് ഈ വണ്ടുകൾ വരുന്നതാണ്. അതുപോലെ ഞെക്കെന്നൊരു ചെടിയുണ്ട്. ഈ ഞെക്ക് ഏറ്റവും കൂടുതൽ കരിയിച്ച, അതുപോലെ തന്നെ ഈ നമ്മുടെ കരിവണ്ടൊക്കെ വരുന്ന ഒരു ചെടിയായിട്ടാണ് ഇതിനെ കാണുന്നത്. പിന്നെ ചേഞ്ചിങ് റോസിന് പഴയ ഒരു ചെടിയാണ്. അതിൽ 2 പൂക്കൾ ഒരുമിച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇന്നലത്തെ പൂവാണ്. അതായത് ഉച്ച കഴിയുമ്പം ഈ വെള്ളപ്പൂവ് ചുവന്ന പൂവാകും. അതുകൊണ്ടാണ് അതിന് ചേഞ്ചിങ് റോസ് എന്ന്, പിങ്ക് നിറമാകും. പിന്നെ കുറേ വിദേശ ചെടികളുണ്ട്. ഈ ജെട്രോഫ ഇനത്തിൽപ്പെട്ട കുറേ ചെടികൾ. അതുപോലെ അതെല്ലാം നമ്മൾ ഈ പറമ്പിലൊക്കെ കാണുന്ന കാക്കപ്പൊന്ന്, പിന്നെ കാശിത്തുമ്പ ഒക്കെ ഉള്ള ഗുണം ഈ അടിയിലെ ലെയറായിട്ട് നിന്നുള്ളൂ. അധികം ഇതുപോലെ ഒരു സീസൺ കഴിയുമ്പോൾ അതങ്ങ് പൊക്കോളും. നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. പിന്നെ തൊഴുകണ്ണി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇതാണ്, ഈ ചിത്രശലഭം വരുന്ന ഒരു പ്രധാനപ്പെട്ട ചെടിയാണ് കിലുക്കിയുടെ. ഇപ്പോൾ ഇവിടെ കാണിക്കാനില്ല, വിത്ത് പാകിയിരിക്കുകയാണ്. നമ്മളതിൻ്റെ വിത്ത് എടുത്ത് കിലുക്കുമ്പോൾ കിലുങ്ങും. അത് ഒരുപാട് ചിത്രശലഭങ്ങളെ ആകർഷിക്കുന്ന ഒരു ചെടിയാണ്. കറിവേപ്പും നാരകവും ചിത്രശലഭങ്ങളെ ആകർഷിക്കുന്ന 2 ചെടികളാണ്.
പിന്നെ വള്ളികൾ, ഒരുപാട് ഇനം വള്ളികൾ ഇതിലുണ്ട്. നീലപ്പൂ ഉണ്ടാകുന്നത്, വെള്ളപ്പൂ ഉണ്ടാകുന്നത്, മഞ്ഞപ്പൂ ഉണ്ടാകുന്നത്, അതുപോലെ നമ്മുടെ മഞ്ഞക്കോളാമ്പി, അപ്പോൾ പലതരം ക്രീപ്പേഴ്സ്, അതുപോലെ കൊലകൊലയായിട്ട് പൂ ഉണ്ടാകുന്നത്, എനിക്ക് പേരറിയാൻ വയ്യാത്ത നല്ല മണമുള്ള ചില പേരറിയാൻ വയ്യാത്ത ചില ഇതുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇത്രയും സ്ഥലത്തായിട്ട് നിപ്പുണ്ട്. അപ്പോൾ ഒരു ചിത്രശലഭ ഉദ്യാനം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് അപ്പോൾ ഇത് ഒരുമിച്ച് വളരുമെന്ന് കാണിക്കാനാണ്. പിന്നെ ഇവിടെ ഈ സ്ഥലത്തിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഒരു തുള്ളി പോലും വെയിൽ മറയുന്നില്ല. ഇവിടെ വെയിൽ ഉള്ള സമയത്ത് വെയിലിൻ്റെ നേരെ മുകളിലേക്ക് വീഴും. അപ്പോൾ നമ്മളിപ്പോൾ പച്ചക്കറി വെച്ചിരിക്കുന്ന സ്ഥലത്ത് അങ്ങനെ വെയിലിൻ്റെ ഒരു ലഭ്യതയില്ല. പക്ഷേ അവിടെ ആ മരങ്ങളൊന്നും ഇടതൂർന്നതല്ല, ചെറിയ തൈകളാണ്. അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ആ വലിയ മരങ്ങൾ അവിടെ ഉള്ള പ്ലാവും മാവിൻ്റെയൊക്കെ കുറേ ചില്ലകൾ നമ്മുടെ ഈ മഴക്കാലം ആകുമ്പോൾ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പായിട്ട് വെട്ടി ചെറുതാക്കി കഴിഞ്ഞാൽ ആവശ്യത്തിന് വെയിൽ ആ ചെടികൾ കിട്ടും, വളരും എന്നാണ് വിചാരിക്കുന്നത്. കാണിക്കാം. പിന്നെ ഇന്ന് രാവിലെ ഇപ്പോൾ മഴ പെയ്തപ്പോൾ ഇവിടെ കുറേ അധികം ഈയൽ പൊങ്ങി. അപ്പോൾ ഈയൽ പൊങ്ങി ഞാൻ പറയാൻ കാര്യം വെച്ചാൽ ഈ തോട്ടത്തിൽ ഞങ്ങൾ ഒരു വിധത്തിലുള്ള രാസവളം ചേർക്കുകയോ ഏതെങ്കിലും ഒരു കീടനാശിനി ഉപയോഗിക്കുകയോ ചെയ്തിട്ടില്ല. ചെടി ഇടയ്ക്ക് കേടുവന്ന് കംപ്ലീറ്റ് ആയിട്ട് പോകും, പിന്നെയും കിളുത്ത് വരും, അല്ലെങ്കിൽ വേറെ ചെടി വരും. അപ്പോൾ അങ്ങനെ അത് സ്വാഭാവികമായിട്ടൊരു പെസ്റ്റ് മാനേജ്മെൻറ്റ്, ഒരു കീട നിയന്ത്രണ സംവിധാനം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ രണ്ട് തമാശയുള്ള ഉദാഹരണങ്ങളൂടെ കാണിക്കാനാണ്. ഇന്ന് രാവിലെ ഇവിടെ മുഴുവൻ ഈയൽ പോലത്തെ ഒരു പ്രാണിയുടെ ശല്യമായിരുന്നു. മഴ കഴിഞ്ഞുകൊണ്ട് കറുത്ത നിറമുള്ള ഏതാണ്ട് ഈയാമ്പാറ്റയെ പോലെ ഇരിക്കുന്ന ഒരു സാധനം ഇവിടെ മുഴുവൻ പറന്ന് നടക്കായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് കഴിഞ്ഞാൽ നോക്കുമ്പോൾ അതിലൊരുത്തിനെ എട്ടുകാലി പിടിച്ചിരിക്കുന്നു. അപ്പോൾ എട്ടുകാലി ശരിക്കും പറഞ്ഞാൽ വീട്ടിനകത്ത് എട്ടുകാലി കയറി നമ്മൾ പേടിച്ചോടും. പാമ്പിനേക്കാൾ പലർക്കും എട്ടുകാലിയെ പേടിയാണ്. പക്ഷേ എട്ടുകാലി ഈ ഇങ്ങനെയുള്ള പ്രാണികളെ, ഇപ്പോൾ ഞാൻ വീട്ടിനകത്ത് എട്ടുകാലി കയറിയാൽ ഞാനും അവൻ്റെ പുറത്ത് സോപ്പ് വെള്ളം ഒഴിക്കും, അതോടെ അതിൻ്റെ കഥ കഴിയും. പക്ഷേ വീട്ടിന് പുറത്ത് എട്ടുകാലി അവിടെ ഇരുന്ന് ഇങ്ങനെയുള്ള ഈ ഈയാമ്പാറ്റയെ പിടിച്ച് തിന്നുന്നൊരു നമുക്ക് പ്രയോജനമുള്ളൊരു കാഴ്ചയായിട്ട് തോന്നി. അതുപോലെ തന്നെ കുറേ ഈ പാറ്റകൾ വെള്ളത്തിൽ വീണു. അപ്പോൾ വെള്ളത്തിൽ വീണപ്പോൾ ഈ വെള്ളത്തിൽ മീൻ കിടപ്പുണ്ട്. പലരും ചോദിക്കുന്നത് ഇതൊക്കെ ചെടി വെച്ചാൽ കൊതുക് വളരുകയില്ല എന്നാണ്. കൊതുക് മുട്ടയിടുന്ന വെള്ളത്തിലാണ്. ആ മുട്ടയൊക്കെ കുറേ അത് ലാർവയാകുമ്പോൾ തന്നെ മീൻ തിന്ന് തീർക്കും. അങ്ങനെ പ്രകൃതിയുടെ ഒരു നിയന്ത്രണം കൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ വീടിന് ചുറ്റും വെച്ചാൽ നമുക്ക് മാനേജ് ചെയ്ത് പോകാം എന്നാണ് എനിക്ക് തോന്നുന്നത്. എത്രമാത്രം ശരിയാണെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. എന്തായാലും ഇതിൻ്റെ പുരോഗതി നിങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യം, അടുത്ത ജൂൺ 5 മുമ്പായിട്ട് ഒരു മിയാവാക്കി തോട്ടം ഉണ്ടാക്കാൻ നോക്കണം. ഇതിന് പൈസ വളരെ 20,000 രൂപയിൽ താഴെ ഇത്രയും സ്ഥലത്ത് ചെയ്യാനായിട്ട് ചിലവ് വരുള്ളൂ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ അത് തന്നെ നമ്മൾ നല്ല പ്രയോജനമുള്ള നല്ല ഗുണമുള്ള തൈകൾ, ഈ 350-400 രൂപ വിലയുള്ള തൈകൾ വാങ്ങിച്ചു വെക്കുന്നതുകൊണ്ടാണ്. സാധാരണ തൈകൾ വെക്കുകയാണെങ്കിൽ അത്രയും പോലും വില, ഒരു 10-15 രൂപയ്ക്ക് നമുക്ക് ഇത്രയും കാര്യം ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ നമുക്കിനി ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. സ്ഥലമില്ല. എന്തിനാണ് സ്ഥലം? ഇതിപ്പോൾ കഷ്ടിച്ച് 3 കോഴിക്കൂട് വെക്കുന്ന സ്ഥലമാണ്. അപ്പോൾ 2 കോഴിക്കൂട് വെക്കുന്നതിനുള്ള സ്ഥലം എല്ലാ വീടിൻ്റെ ഒരു പരിസരത്ത് നമ്മൾ തപ്പിപ്പിടിച്ചാൽ കാണുകയില്ലേ. അപ്പോൾ അത്രയും സ്ഥലം, അതായത് 1/4 സെൻറ്റ് ധാരാളമാണ്. ആ 1/4 സെൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു 10-100 ചെടികൾ വരെ അതിനകത്ത് വെക്കാം, പച്ചക്കറിയും പഴമായിട്ട്. പച്ചക്കറി അതിൻ്റെ കാലം കഴിയുമ്പോൾ പോകും, പഴം നമുക്ക് കിട്ടിക്കൊണ്ടുവരിക. രണ്ടാമത്തെ പ്രശ്നം പൈസയില്ല. ഇത്രയും സ്ഥലത്ത് വെക്കുമ്പോൾ പൈസയുടെ വലിയൊരു ആവശ്യം വരുന്നില്ല. ഇതിലിപ്പോൾ ഞാൻ ആ വില കൂടിയ തൈകൾ 12 വാങ്ങിച്ചാണ് ഒരു 3,500 രൂപ അതിൽ ചിലവ് വന്നത്. അതല്ലെങ്കിൽ ഈ സ്ഥലം ഒരുക്കാൻ വേണ്ടി നമുക്ക് വരുന്ന ഇപ്പോൾ ഒരു 1/4 സെൻറ്റ് വരുമ്പോൾ നമുക്ക് വേണ്ടി വരുന്ന എല്ലാം കൂടി ഒരു ടൺ ചാണകവും ചകിരിച്ചോറും ഉമ്മിയും എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം അതിൻ്റെ പ്രയോജനം കിട്ടും. ആട്ടുംകാട്ടമൊക്കെ നമ്മൾ ലോക്കലായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ ഇതെല്ലാം കൂടെ ഒരു 10,000-8,000 രൂപയ്ക്ക് ഈ വളമെല്ലാം കൂടെ കിട്ടും. ബാക്കി നമ്മുടെ പറമ്പിലുള്ള കുറേ കമ്പോ മരമോ എന്തെങ്കിലുമൊക്കെ വെട്ടിയിടാം. എന്നിട്ട് കരിയില വഴിയിൽ ആർക്കും വേണ്ട കരിയില ഇപ്പോൾ എല്ലാവരും കത്തിക്കുക, അത് തൂത്തുകൂട്ടി നമുക്ക് ഇതിൻ്റെ ചുട്ടി പുതയിടാനായിട്ട് ഉപയോഗിക്കാം. കുറേ ചെടികളെ, ചെറിയ ചെടികളെയൊക്കെ നമുക്ക് തന്നെത്താനെ നട്ട് വളർത്തി എടുക്കാൻ പറ്റും. നമ്മൾ തന്നെ ഗ്രോ ബാഗിലൊക്കെ വളർത്തി 3 മാസം ആക്കിയിട്ട് എടുത്തു വെക്കാം. അപ്പോൾ എല്ലാം ഒരു 15,000 രൂപ ചിലവുണ്ടെങ്കിൽ ഈ ഒരു 1/4 സെൻറ്റ് സ്ഥലത്ത് നമുക്ക് ഈ സാധനം ചെയ്യാൻ പറ്റും. അതിലും കുറച്ച് ഇത് ചെയ്യാൻ പാടാണ്. കാരണം ഇത് വളം വേണം, ഇത് വേണം. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന നമുക്ക് ഈ കാര്യങ്ങളെല്ലാം കിട്ടുമ്പോൾ ചെടിക്ക് ആഹാരം കൊടുക്കണമല്ലോ, അല്ലാതെ നമ്മൾ അതിനോട് പഴം തരാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുപോലെ തന്നെ നല്ല തൈ വേണം, ഇതൊക്കെ വേണം. അപ്പോൾ അത്രയും പൈസ അത് വലിയൊരു തുകയല്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ 15,000 രൂപ വരെയൊക്കെ എല്ലാവർക്കും മുടക്കാവുന്ന ഒരു തുകയാണ്. അത് കുറേശ്ശെയായിട്ട് 2-3 മാസമായിട്ട് അല്ലെങ്കിൽ 4-5 മാസമായിട്ട് ചെയ്യുകയാണെങ്കിൽ മാസം ഒരു 2,000 രൂപ 3,000 രൂപയൊക്കെ വെച്ച് ഈ വളമൊക്കെ സംഘടിപ്പിച്ച് ചെടികളെയൊക്കെ ഗ്രോ ബാഗിൽ വളർത്തി പയ്യെടുത്ത് വെച്ച് ഒക്കെ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ വെയിലിൻ്റെ പ്രശ്നമാണ്. വെയിലിൻ്റെ പ്രശ്നത്തിന് അപ്പോൾ അതിൻ്റെ മുകളിൽ ചൂടലുണ്ട്, തണൽ കൊടുക്കുന്ന നല്ല വെയിൽ അവിടെ കിട്ടുന്നില്ല. അപ്പോൾ ആ വെയിൽ അതിന് നമുക്ക് ചെയ്യാവുന്നതെന്ന് വെച്ചാൽ കുറേശ്ശെയായിട്ട് ചില്ലകളെ കുറേ വെട്ടിവിടാം. ഇപ്പോൾ മഴ തുടങ്ങുന്ന സമയത്ത് ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇതെല്ലാം തൈ വൃക്ഷങ്ങളാണ്, വലിയ ഇടതൂർന്ന് നിൽക്കുകയല്ല. അതിനെ കുറച്ച് ചില്ലകളെ വെട്ടിക്കഴിഞ്ഞാൽ അതിനിടയ്ക്കൂടെയൊക്കെ അത്യാവശ്യം വേണ്ട വെയിൽ കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ഇത് ഒരു പരീക്ഷണമാണ്. അപ്പോൾ ആ പരീക്ഷണം വിജയിക്കും എന്നുള്ള പ്രതീക്ഷയോടെ ചെയ്യുന്നു. എന്തായാലും പുരോഗതി എന്തായാലും അത് നിങ്ങളെ കാണിക്കാം. പരാജയപ്പെടുകയാണെങ്കിലും വിജയിക്കുകയാണെങ്കിലും. ജൂൺ 5-നാണ് ലോക പരിസ്ഥിതി ദിനം. ആ ലോക പരിസ്ഥിതി ദിനത്തിന് മുമ്പ് നിങ്ങളുടെ സ്ഥലത്തൊരു ചെറിയ മിയാവാക്കി തോട്ടെങ്കിലും വെക്കാൻ നോക്കുക. ഇങ്ങനെ വെക്കുന്ന മിയാവാക്കി തോട്ടങ്ങളിൽ ഏറ്റവും മികച്ച 1-2 സമ്മാനം കൊടുക്കാൻ ഞങ്ങൾക്കൊരു പദ്ധതിയുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളൊന്നും ആയിട്ടില്ല. എന്തായാലും ഞങ്ങളൊന്ന് ശ്രമിക്കുന്നുണ്ട്.
പക്ഷേ നമുക്ക് നിർബന്ധമായിട്ടും ഇതൊന്ന് വെക്കാൻ ശ്രമിച്ചു നോക്കണം എന്ന് മാത്രമല്ല, ഇത് ചെയ്യാൻ സാധ്യതയുള്ള ആളുകൾക്ക് ഈ വീഡിയോ ഒന്ന് പങ്കുവെക്കണം. കാരണം 1,00,000 പേർക്ക് നമ്മൾ ഈ വീഡിയോ അയച്ചു കൊടുത്താൽ 1,000 പേര് വെക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അപ്പോൾ അത് 1,00,000 പേരിലേക്ക് ഈ സന്ദേശം എത്തിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. 1000 പേര് ഓരോ സെൻറ്റ് സ്ഥലത്ത് വെച്ചാൽ പോലും ഏകദേശം 10 ഏക്കർ സ്ഥലമായി. അപ്പോൾ അത്രയും നമുക്ക് ഈ പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് അത്രയും മരങ്ങളെങ്കിലും കേരളത്തിൽ ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം.